ദൈവശക്തിയുടെയും വിശുദ്ധ ജീവിതത്തിൻ്റെയും എല്ലാത്തിൻ്റെയും രഹസ്യം പ്രാർത്ഥനയാണ്. ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫ്, ആത്മനിറവിൻ്റെ ജീവിതം നയിക്കുന്നത് അതിൻ്റെ പിൻപിലത്തെ കീ രഹസ്യം എന്ന് പറയുന്നത് വ്യക്തിപരമായുള്ള പ്രാർത്ഥനയാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ അരമണിക്കൂർ കൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ചാണ് ചില ചിന്തകൾ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥനയ്ക്ക് മോഡലായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ചില വാക്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ വായിക്കണം. ലൂക്കോസ് 11:1, ലൂക്കോസ് 9:18, ലൂക്കോസ് 21:37. ലൂക്കോസും അപ്പോസ്തല പ്രവൃത്തികളും വൈദ്യനായ ലൂക്കോസ് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ ഈ വായിക്കാൻ പറഞ്ഞ 3 വാക്യങ്ങൾ ഇനി വായിക്കണ്ട. അതിനകത്തെ ആശയം കർത്താവിന് ഒരു രഹസ്യ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നു. കർത്താവ് ദൈവമാണ്. അറ്റ് ദ സെയിം ടൈം ഭൂമിയിലായിരുന്ന സമയത്ത് ടോട്ടൽ മനുഷ്യനുമായിരുന്നു. 100% ദൈവം, 100% മനുഷ്യൻ. അതൊരു യുണീക്ക് പേഴ്സണാലിറ്റിയാണ്. 100% മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾക്ക് കോപ്പി ചെയ്യുവാൻ പിതാവാം ദൈവം തന്നിരിക്കുന്ന മാതൃകയാണ് നമ്മുടെ കർത്താവിൻ്റെ മിനിസ്ട്രിയും ലൈഫും. യേശു കർത്താവിന് വ്യക്തിപരമായ ഒരു പേഴ്സണൽ പ്രയർ ലൈഫ് ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പുത്രനെ ഭൂമിയിൽ ശുശ്രൂഷിച്ചപ്പോൾ ഇത്ര ശക്തമായ ഒരു പ്രാർത്ഥനാ ജീവിതം ആവശ്യമായിരുന്നെങ്കിൽ കേവലം മനുഷ്യരായ നമുക്ക് എത്രയധികം നാം പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ വായിച്ച വാക്യങ്ങൾ നിങ്ങൾ നോട്ടിൽ എഴുതിയെടുത്താൽ മതി. ഇനി നമ്മുടെ പഠനം പെട്ടെന്ന് തുടങ്ങാം. ലൂക്കോസ് 3:21-22 വാക്യം. അവിടെയാണ് ആദ്യമായി കർത്താവ് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നത്. സ്നാനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാപന്ന ദേഹരൂപത്തിൽ കർത്താവിന്റെ മേൽ ഇറങ്ങി വന്ന് അധിവസിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് പിതാവാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു. ശ്രദ്ധിക്കുക, 30-ാമത്തെ വയസ്സിൽ ശുശ്രൂഷയുടെ ആരംഭഘട്ടത്തിൽ യേശു പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് അവിടെ വ്യക്തമല്ല. പക്ഷേ കിട്ടിയ മറുപടിയെ നാം ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെങ്കിൽ പിതാവാം ദൈവം തന്നെ ഏൽപ്പിക്കുന്ന ദൗത്യത്തിന് നിർവഹിക്കുവാൻ ആവശ്യമാകുന്ന അഭിഷേകത്തിന് വേണ്ടിയാവാം യേശു കർത്താവ് പ്രാർത്ഥിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മോട് വേദപുസ്തകത്തിന് പറയാനുള്ള ദൂത്, ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നാം വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അതുപോലെ തന്നെ സ്വർഗം നമുക്ക് വേണ്ടി തുറക്കും. ആത്മാവിൽ നമ്മളെ നിറയ്ക്കുവാനും നമ്മളെ ദൈവം ഭൂമിയിൽ കണ്ടിരിക്കുന്ന ആ പ്രത്യേക ദൗത്യം നിർവഹിക്കുവാൻ ആവശ്യമാകുന്ന ദൈവശക്തി നമുക്ക് വേണ്ടി ദൈവം പകരും. ഇതേ കാര്യം തന്നെയാണ് അപ്പോസ്തലന്മാർ ചെയ്തത്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 14-ാം വാക്യം. അവർ 120 പേർ മാളികമുറിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ മറുപടിയായി 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരുന്നു. പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ജനം തയ്യാറായാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ മാത്രമല്ല, ദൈവസഭയെ ആകമാനം വ്യത്യാസത്തിലേക്ക്, ആത്മനിറവിന്റെയും ആത്മാവിന്റെ ശുശ്രൂഷയുടെയും പ്രത്യേക അനുഭവത്തിലേക്ക് ദൈവത്തിന് കൊണ്ടുവരാനുണ്ട്. പ്രാർത്ഥനയാണ് ആത്മനിറവിന്റെ രഹസ്യം. പ്രാർത്ഥനയാണ് അഭിഷേകത്തിന്റെ രഹസ്യം. പ്രാർത്ഥനയാണ് ഒരു ശുശ്രൂഷയുടെ രഹസ്യം. പിന്നീട് നാം കർത്താവിനെ കാണുന്നത് ലൂക്കോസ് 4:1 മുതൽ
13 വരെയുള്ള വാക്യങ്ങളിൽ യേശു 40 ദിവസം ഉപവസിക്കുന്നു. പ്രാർത്ഥിച്ചു എന്നവിടെ ചിലപ്പോൾ കാണില്ല, ഉപവസിച്ചു. ആ സമയത്ത് പിശാചുമായി നേരിട്ട് യുദ്ധം ചെയ്യുകയാണ്. ആ വിഷയത്തിന്റെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നില്ല. വ്യക്തിപരമായ ജീവിതത്തിൽ ടെംപ്റ്റേഷനെ ജയിക്കണമെങ്കിൽ രഹസ്യം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാലും ദൈവവചനത്താലും ആത്മാവിന്റെ നിയന്ത്രണത്തിലും കർത്താവ് നിന്നതുകൊണ്ട് പിശാചിന്റെ സകല പേരുകളെയും ജയിച്ചു. അതുകൊണ്ട് ലൂക്കോസ് 4:14 പറയുന്നത് അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. വ്യക്തിപരമായ ജീവിതത്തിൽ പിശാച് അഴിച്ചുവിടുന്ന പേരുകളെ ജയിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു പേഴ്സണൽ പ്രയർ ലൈഫ് നമുക്കുണ്ടായിരിക്കണം. വ്യക്തിപരമായ പ്രാർത്ഥിക്കുന്ന ആളുകളെയും മാറ്റുവാനായി പിശാച് വരുമെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ മരുഭൂമിയിൽ ജയിക്കും. പ്രാർത്ഥിക്കുന്നവൻ ടെംപ്റ്റേഷനിൽ ജയിക്കും. പ്രാർത്ഥിക്കുന്നവനാണ് ജയകരമായ ജീവിതം നയിക്കുന്നത്. തുടർന്നും ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 15-16 വാക്യം പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം. ശക്തമായ ശുശ്രൂഷകൾ നടക്കുന്നു. ധാരാളം പുരുഷാരം യേശുവിനെ കേൾക്കുവാനും രോഗസൗഖ്യത്തിനു വേണ്ടി വരുമ്പോൾ അവൻ പെട്ടെന്ന് വാങ്ങിപ്പോകുകയാണ് വേറിട്ടൊരു സ്ഥലത്തേക്ക്. He withdrew to lonely places. നമുക്ക് ഏറ്റവും പറ്റുന്ന അബദ്ധം കർത്താവിന് പറ്റിയില്ല. ആളുകൾ കൂടുമ്പോഴും ശുശ്രൂഷ ഒത്തിരിയാകുമ്പോഴും പ്രാർത്ഥനയുടെ സമയങ്ങൾ സാക്രിഫൈസ് ആയി പോകും. We are so busy that we cannot pray. യേശു അത്രയും ബിസി അല്ലായിരുന്നു. ബിസി ആകുന്ന സമയത്തും ആളുകൾ തിരക്കം ചെയ്യുമ്പോൾ യേശുവിനെ കാണത്തില്ല. He withdrew. There is power in withdrawal. ചെയ്യുന്ന കാര്യത്തിൽ അതിനകത്തായി പോയി നമുക്കെല്ലാം പറയാനുള്ള ന്യായം കർത്താവിന് വേണ്ടി അല്ലയോ പ്രവർത്തിക്കുന്നത്, അങ്ങനെ ബിസിയായി പോയെന്ന ബൈബിൾ പറയുന്നതല്ല. എത്ര ബിസി ആയാലും അതിന്റെ നടുവിൽ ഏകമായി വേറിട്ടിരുന്നാൽ തങ്ങളെ ദൈവത്തിന് ലോകമറിയാവുന്ന നിലയിൽ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. യേശു പറയുന്ന മോഡൽ അതാണ്. മത്തായി 14:22-23 ഇതോട് ചേർന്ന് നിങ്ങൾ പഠിച്ചാൽ 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ൽ പരം പുരുഷന്മാരെ പോഷിപ്പിച്ചു. 10,000 ആളുകളെ പോഷിപ്പിച്ചു കഴിഞ്ഞു. യോഹന്നാൻ 6:14-15 ചേർത്ത് പഠിച്ചാൽ അതിനുശേഷം ആളുകൾ കർത്താവിനെ ഒരു രാജാവാക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷെ യേശു അവിടെ നിന്ന് മാറുന്നു. യേശു പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയി തന്റെ ശിഷ്യന്മാരെ അക്കരയ്ക്ക് അയച്ചു. എന്നിട്ട് യേശു ചെയ്തത് ലോൺലി ആയിട്ടുള്ള സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുക. ഒരത്ഭുതം മാത്രം ചെയ്യാൻ വന്നവനല്ല യേശു. യേശുവിന് പിതാവാം ദൈവം വെച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം നിറവേറ്റണം. ആളുകൾ പൊക്കുന്നു, ആളുകൾ പുകഴ്ത്തുന്നു, ആളുകൾ കിളത്തുമ്പോൾ അതിന്റെ ആ വലക്കകത്ത് യേശുവിനെ കിട്ടിയില്ല. അവൻ വേറിട്ട് പോയി. അവൻ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിലെ പരാജയം പ്രാർത്ഥനാക്കുറവാണ് എന്ന വിഷയം ദൈവത്തിന്റെ ജനം തിരിച്ചറിയട്ടെ. ശുശ്രൂഷ വിജയിക്കാത്തത് പ്രാർത്ഥനാക്കുറവ് കൊണ്ടാണ്. ദൈവസഭയിൽ ക്വാളിറ്റിയായ ആത്മാവിന്റെ പ്രവൃത്തികൾ വെളിപ്പെടണമെങ്കിൽ പ്രാർത്ഥനയാണ് ആവശ്യം. തുടർന്ന് മുന്നോട്ട് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഈ വിഷയത്തോട് നാം ബന്ധപ്പെട്ട് ദൈവവചനം പഠിച്ചാൽ എന്തിനാണ് ശിഷ്യന്മാരെ കർത്താവ് സിലക്ട് ചെയ്യുന്നത്? തന്നോടുകൂടെ ഇരുപ്പാനും പ്രസംഗത്തിന് അയക്കേണ്ടതിനും ഭൂതങ്ങളുടെ മേൽ അധികാരത്തിനും. നമ്പർ 1 ദൈവം നമ്മളെ വിളിക്കുന്നത് തന്നോടുകൂടെ ഇരിക്കാൻ. ആദ്യം പ്രസംഗമല്ല, ആദ്യം ഭൂതശാന്തിയല്ല. നമ്പർ 1 തന്നോടുകൂടെ ഇരിക്കുക. പിതാവാം ദൈവത്തോടിരുന്ന പുത്രനാണ് ശക്തിയേറിയ ശുശ്രൂഷ വെളിപ്പെട്ടത്. അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നത് അതേ വിഷയത്തിന് വേണ്ടിയാ. കർത്താവ് ഇതെല്ലാം ജയിച്ചു. പക്ഷെ ശിഷ്യന്മാർ പിൻകാലങ്ങളിൽ തോറ്റു. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ കഴിഞ്ഞ ദിവസം ഏതൊരു പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിച്ചു. ആ സഭയിൽ പ്രശ്നമുണ്ടായപ്പോൾ നേതൃത്വത്തിലൂടെ അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി അവരുടെ കയ്യിലാണ് കുഴപ്പം. അതുകൊണ്ട്
അവർ പറയുന്ന ഒരു വാചകമുണ്ട്, ഞങ്ങൾ പ്രാർത്ഥനയിലും ദൈവവചനത്തിലും ഉറ്റിരിക്കും. പ്രാർത്ഥനയിലും ദൈവവചനത്തിലും ഉറ്റിരിക്കേണ്ട നേതൃത്വം മറ്റ് കാര്യങ്ങളിൽ ഇടപെട്ടത് നിമിത്തമാണ് ആ ചർച്ചിൽ പ്രശ്നമുണ്ടാകാൻ ഇടയായി തീർന്നത്. കർത്താവിന്റെ മോഡൽ എത്ര ബിസിയാണെങ്കിലും വേറിട്ട് പോയിരുന്ന് പ്രാർത്ഥിക്കുക. ആത്മസ്നാനം കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. വാട്ട് ഈസ് ദ സീക്രട്ട്? യേശു പ്രാർത്ഥിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം കൃപ തരട്ടെ. അതാണ് നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുന്നത്. പ്രത്യക്ഷത്തിൽ കാണുന്ന അത്ഭുതങ്ങളും ശുശ്രൂഷകളും ഒക്കെ ആളുകൾ രാവിലെ കാണും. പക്ഷേ the secret of his life is he was praying. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. എബ്രായ ലേഖനം 5:7 താൻ എങ്ങനെയാ പ്രാർത്ഥിച്ചതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഗെത്സമന തോട്ടത്തിലെ പ്രാർത്ഥനയോട് ചേർത്ത് വേണേ അതിനെ പഠിക്കാം. എങ്കിലും അത് എന്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചു. ആ ഒരു വാക്യം വേണേ പെട്ടെന്നൊന്ന് പരസ്യമായിട്ട് വായിച്ചു. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷിക്കുകയും ദൈവത്തിന്റെ പുത്രൻ പ്രാർത്ഥിച്ചതാ. ഹൃദയം പൊട്ടി നിലവിളിക്കുക, വാതുറന്ന് he was crying. നിങ്ങൾക്ക് എത്ര പേർക്ക് അനുഭവമുണ്ട്? അതാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. പ്രാർത്ഥന ജീവിതത്തിന് എവിടെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനകത്തൊരു മാനസാന്തരം നമുക്ക് ആവശ്യമാണ്. ദൈവസഭയെ ദൈവം വളർത്തുമ്പോൾ പ്രയർ ലൈഫ് അകത്ത് സ്ട്രോങ് ആയില്ലെങ്കിൽ അത് പിന്നത്തേതിൽ വലിയ ബുദ്ധിമുട്ടിൽ നമ്മൾ പെടേണ്ടതായിട്ട് വരും. അകത്ത് പ്രാർത്ഥിക്കുന്ന വീരന്മാർ എഴുന്നേൽക്കട്ടെ. ഞാനത് പറയുമ്പോൾ ഇങ്ങനെ പറയാം, എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും പ്രാർത്ഥന വരമുള്ള ആളുകളുണ്ട്. പ്രാർത്ഥന വരമുള്ളവരെ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഒന്ന്, അവർ 1 മണിക്കൂറോ അതിൽ കൂടുതലോ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരായിരിക്കും. 2, പ്രാർത്ഥനയിൽ അവർക്ക് ഭയങ്കര തൃപ്തിയായിരിക്കും. ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ അവർക്ക് തോന്നും. അവർക്ക് ഇന്റർസെസറി വിളിയുള്ളത് കൊണ്ടാണ്. 3, എല്ലാ ദിവസവും കർത്താവിന്റെ കൂടെ സമയം ചെലവഴിക്കുന്നത് കൊണ്ട് കർത്താവ് തന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ അവരോട് കൈമാറും. 4, അവരിൽ പലരും വ്യക്തിപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കുക. അതിന്റെ നടുവിലും അവര് ആ കൃപ എക്സർസൈസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. ഇന്റർസെസറി വരമുള്ള ദൈവദാസന്മാരെ തയ്യാറാക്കി അവരുടെ പണിക്ക് നിങ്ങൾ റിലീസ് ചെയ്താൽ ദൈവസഭ എണ്ണത്തിൽ മാത്രമല്ല ക്വാളിറ്റിയിലും വർദ്ധിക്കുവാൻ തുടങ്ങും. മാത്രമല്ല സംഭവിക്കാതിരിക്കേണ്ട കാര്യങ്ങളെ അതിന്റെ നിലയിൽ ഒതുക്കി നിർത്തുന്നത് ഈ പ്രാർത്ഥനയ്ക്കായി വിളിക്കപ്പെട്ടവരാണ്. പെട്ടെന്നുണ്ടാകുന്ന സംഭവങ്ങളുണ്ട്, ശത്രുവായവൻ ഉണ്ടാക്കുന്ന വിഷയങ്ങളുണ്ട്. ഇതൊക്കെ നാമ്പിൽ വെച്ച് നുള്ളിക്കളയുന്നത് ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ജനമാണ്. ഇതിനകത്തും പ്രാർത്ഥന വീരന്മാരുണ്ട്. അവരുള്ളത് കൊണ്ടാണ് ഇതൊക്കെ നിലനിന്ന് പോകുന്നത്. പ്രാർത്ഥനയ്ക്ക് ചൂടുകൂടട്ടെ, പ്രാർത്ഥനയുടെ ആയുധത്തിന് മൂർച്ചയുണ്ടാകട്ടെ. പ്രാർത്ഥിക്കുന്നവരാണ് വിടുതലിലേക്ക് നയിക്കപ്പെടുന്നത്. പെട്ടെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 12-13 വാക്യം. യേശു പ്രാർത്ഥിച്ചു. എത്ര നേരം പ്രാർത്ഥിച്ചു? രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. 12 മണിക്കൂറോളം പ്രാർത്ഥിച്ചു. എന്തിനു പ്രാർത്ഥിച്ചു? രാവിലെ താൻ തനിക്ക് ബോധിച്ച 12 പേരെ അടുത്ത് വിളിച്ച് അവരെ അപ്പോസ്തലന്മാരായി ഡെസിഗ്നേറ്റ് ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു തിരഞ്ഞെടുപ്പിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ രാത്രി മുഴുവൻ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? യേശു പ്രാർത്ഥിച്ചു, അതാണ് ജയം. നമ്മൾ പ്രാർത്ഥിച്ചില്ല, അതാണ് തോൽവി. ആരെ അന്വേഷിച്ചു പോകണ്ട. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ വൈതല്യം ഒരു ഹോട്ട്ലൈൻ ഉണ്ട് സ്വർഗവുമായിട്ട്. നിനക്കും മുഴങ്കാൽ മടക്കാം, ആത്മാവിൽ ആരാധിക്കാം, പ്രാർത്ഥിക്കാം. പ്രത്യേകമായ തിരഞ്ഞെടുപ്പിന്റെ മുമ്പിലായിരിക്കുന്ന ദൈവത്തിന്റെ വൈതലെ നീ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ നടത്തിപ്പ് നിന്റെ മേലിറങ്ങി വരും. അപ്പോസ്തലപ്രവൃത്തി 1:22-23 തന്നെ കാണാം. മാളികമുറിയിൽ യൂദ വാങ്ങിപ്പോയ സ്ഥലത്തേക്ക് 2 പേർ നിയോഗിതരായി. ആരെ എടുക്കണം? ഹൃദയങ്ങളെ അറിയാവുന്ന ദൈവമേ എന്ന് പറഞ്ഞവർ ദൈവത്തോട് അടുക്കുക. എന്നിട്ട് നറുക്കിട്ട് മത്തയാസുകൾ നറുക്ക് വീണു. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനായി അവർ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ മിനിസ്ട്രി തന്നെ അപ്പോസ്തലന്മാർ ആവർത്തിക്കുന്നതായി
പറയുന്നതായി ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28-29 5-ാമത്തെ വിഷയം. യേശു മറുരൂപ മലയിൽ പ്രാർത്ഥിക്കുന്നു. എന്ത് സംഭവിച്ചു? തന്റെ ഭാവം മാറി, മുഖം മാറി, എല്ലാം മാറി. എന്നിട്ടൊരു പ്രത്യേക വെളിപ്പാട് തനിക്കുണ്ടായി. എന്താ? ഏലിയാവും മോശയും ഇറങ്ങി നിൽക്കുന്നു. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് അവർ യേശുവിനോട് സംസാരിക്കുന്നു. വെളിപ്പാടിന്റെ ആഴങ്ങളിൽ ഇറങ്ങണമെങ്കിൽ you have to spend time with Jesus. യേശു പ്രാർത്ഥിച്ചു. മറുരൂപ മലയുടെ അനുഭവങ്ങൾ തനിക്കുണ്ടായി. അപ്പോസ്തലന്മാരെ ശ്രദ്ധിക്കേ. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കൊർന്നല്യോസിന്റെ വിഷയം ആണ് അവിടെ വെളിപ്പെടുന്നത്. പത്രോസ് ഒരു റൂഫ് ടോപ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് താൻ ആത്മവിവശതയിലാകുന്നു. ദൈവം ആഴമേറിയ കാര്യങ്ങൾ തന്നോട് സംസാരിക്കുന്നു. വിഷയമെന്താ? ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷയാണ്. ജാതികളിലേക്ക് താൻ പോയി സുവിശേഷം പകരണം. ആ വലിയ ദൗത്യം പ്രാപിക്കുന്നത് പ്രാർത്ഥിക്കുന്ന പത്രോസിനാണ് ദൈവം അത് കൈമാറുന്നത്. പ്രാർത്ഥിച്ചാൽ ശുശ്രൂഷയുടെ ലൈനിനെ ചാലിനെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. പ്രാർത്ഥിച്ചില്ലെങ്കിൽ വെളിപ്പാടിന്റെ ആഴങ്ങളിൽ ഇറങ്ങാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് മുരടിച്ചുകൾ അനുഭവപ്പെടുന്നത്. പ്രാർത്ഥിക്കാൻ തയ്യാറാകെ യേശുവിന് വെളിപ്പെട്ടതുപോലെ അനന്തരമായി സംഭവിക്കേണ്ട കാര്യങ്ങളെ ദൈവം വെളിപ്പെടുത്തിയതുപോലെ പത്രോസിന് വെളിപ്പെടുത്തിയതുപോലെ താങ്കളുടെ ജീവിതത്തിലും വെളിപ്പാടിന്റെ കലവറകളെ തുറന്ന് ദൈവത്തിന് താങ്കളെ അനുഗ്രഹിക്കാൻ പദ്ധതിയുണ്ട്. തോട്ടം യേശുവിന്റെ മിനിസ്ട്രിയുടെ ഏറ്റവും അവസാനം നമ്മൾ കാണുന്നത് യേശു പ്രാർത്ഥിക്കുന്നു. നോക്ക്, തുടക്കത്തിൽ യേശു പ്രാർത്ഥിക്കുന്നു, മിനിസ്ട്രിയിൽ ഉടനീളം പ്രാർത്ഥിക്കുന്നു, ഏറ്റവും അവസാനം ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ഗെത്സമന വരും. എല്ലാവരുടെയും ജീവിതത്തിൽ, എല്ലാ സഭയിലും ഗെത്സമന ഉണ്ടാകും. എന്താ ഗെത്സമന? കൂടെ നിന്ന് പ്രാർത്ഥിക്കേണ്ടവർ ഉറങ്ങിപ്പോകും ഗെത്സമനയിൽ. എന്താ ഗെത്സമന? താങ്ങാൻ വയ്യാത്ത വേദന ഉണ്ടാകും. എന്താ ഗെത്സമന? ഒറ്റപ്പെട്ട് നിൽക്കേണ്ട അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ശ്രദ്ധിച്ചു കേൾക്കണം. ഗെത്സമനയിൽ പലരും പരാജയപ്പെടും. ഗെത്സമന പലരെ ഉടയ്ക്കും. പ്രാർത്ഥിക്കുന്നവൻ ഗെത്സമനയെ ജയിക്കും. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നോടാണ് ദൈവത്തിന്റെ ആലോചന. ജീവിതത്തിലെ തിക്ത അനുഭവങ്ങളുടെ നടുവിൽ നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ജീവിതത്തിലെ സഹിക്കാൻ വയ്യാത്ത പോരുകളുടെ നടുവിൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഒരു പക്ഷെങ്കിലും പോര് മാറത്തില്ല, ആ കഷ്ടത മാറത്തില്ല. ചില പാനപാത്രങ്ങൾ നീ കുടിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഗെത്സമനയിൽ ഒരു ദൂതനെ ഇറക്കി തന്റെ പുത്രനെ ബലപ്പെടുത്തിയതുപോലെ ആ ചക്ക ചവിട്ടുമ്പോൾ നിനക്ക് ആവശ്യമുള്ള ബലത്തിന് സ്വർഗ്ഗം നിന്നെ അമിതബലം കൊണ്ട് ഒരു ദൂതനെ ഇറക്കേണ്ടടുത്ത് ദൂതനെ ഇറക്കി ആത്മശക്തി പകരേണ്ടടുത്ത് ആത്മശക്തി പകർന്ന് ഗെത്സമനെ ജയിക്കാനുള്ള ദൈവത്തിന്റെ കൃപ അവൻ ധാരാളമായി നിലവിൽ പകരും. ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ ആത്മാവ് നിന്റെ അകത്ത് വ്യാപരിക്കട്ടെ. ഇല്ല, ഗെത്സമനയിൽ നീ തോക്കുകയില്ല. ഇല്ല, ഗെത്സമനയിൽ നിന്റെ തലമുറ തോക്കുകയില്ല. ഇല്ല, ഗെത്സമനയിൽ നിന്റെ കുടുംബം പരാജയപ്പെടത്തില്ല. പ്രാർത്ഥിക്കാൻ പായ അന്വേഷിക്കുക. പ്രാർത്ഥിക്കാൻ മുഴങ്കാൽ മടക്കുക. പ്രാർത്ഥനയിൽ ഉഴപ്പരുത്. നിന്റെ വാസ്ത അറബിയല്ല, നിന്റെ വാസ്ത വേറെ ആരുമല്ല. നിനക്ക് പിടിപാടുള്ള ഉയരത്തിലാണ്. നിനക്ക് പിടിപാടുള്ള ഉയരത്തിലാണ്. ഇതിനകത്ത് ദൈവസഭ ഇതാഴത്തിൽ തിരിച്ചറിയട്ടെ. ഗെത്സമനയുടെ ഓട്ടത്തിലൂടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ ദൈവസഭ കടന്നുപോയാൽ അതിന്റെ നടുവിൽ ജയമുണ്ട്. Praise God. Praise God. ഒരു മാലാഖയെ ദൈവം അയച്ചെന്നാണ് 43-ാം വാക്യം പറയുന്നത്. എന്നിട്ട് അവനെ ബലപ്പെടുത്തുന്നു. ഏറ്റവും അവസാനം 7-ാമത്തെ കാര്യം എബ്രായർ 7:25 നല്ല സത്വർത്താനം പറയാം. He is still praying for us. അവൻ ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. യേശുവിന്റെ പ്രാർത്ഥനയുടെ ആ മിനിസ്ട്രി തീർന്നിട്ടില്ല. ഞാൻ നിങ്ങളോട് അതിന്റെ വെളിച്ചത്തിൽ ഒരു ദൂത് പറയാം. ഏറ്റവും വലിയ മിനിസ്ട്രി
ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മിനിസ്ട്രിയാണ്. പ്രസംഗത്തെക്കാൾ, പഠിപ്പിക്കുന്നേക്കാൾ, എന്തിനേക്കാൾ ഏറ്റവും വലുത് ഇന്റർസെസറി പ്രയർ. എങ്ങനെ അറിയാം? ദൈവത്തിന്റെ പുത്രൻ ഇന്നും ചെയ്യുന്ന മിനിസ്ട്രി അതാണ്. യേശു ഇന്നും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അറിയാമോ? ആരൊക്കെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും നീ പറഞ്ഞ പലരും നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നില്ല. പലരെയും പ്രതീക്ഷിച്ചു കൂടെ